എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ മനോഹരമായ ദിവസം എനിക്ക് നിങ്ങളുടെ അടുത്ത് കടന്നു വരുവാനും നിങ്ങളുമായിട്ട് അല്പസമയം സംസാരിക്കുവാനും എൻ്റെ പ്രിയ പ്രേക്ഷകരുമായി സ്നേഹബന്ധത്തിൽ കടന്നു വരുവാനും സഹായിച്ചതിന് ദൈവത്തെ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ലോകത്തിൽ ഇന്ന് വൻശക്തികൾ, ചെറിയ ശക്തികൾ, ഇടത്തര ശക്തികൾ, ഇങ്ങനെ 3-4 ശക്തികളുണ്ട്. എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ അതിരുകൾ സൂക്ഷിക്കുക, തങ്ങളുടെ യുദ്ധസാമഗ്രികളുടെ ശക്തി വ്യാപിപ്പിക്കുക, തങ്ങളുടെ ശക്തി അല്ലെങ്കിൽ ബലം മറ്റു ലോകത്തിന് കാണിച്ചു കൊടുക്കുക. എല്ലാ തുറകളിലും സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും ശാസ്ത്രീയമായിട്ടും എല്ലാ രീതിയിലും കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഇന്നത്തെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. ലോകത്തിലെ വൻശക്തികളായ അമേരിക്ക, റഷ്യ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നിവയുള്ള ജപ്പാൻ മുതലായ വൻകിട രാജ്യങ്ങളോട് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് അവർ നവീന രീതിയിലുള്ള ആയുധങ്ങൾ, ഇസ്രായേൽ മുതലായ രാജ്യങ്ങൾ നവീന രീതിയിലുള്ള ആയുധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അത് സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. അവരുടെ ശത്രു രാജ്യങ്ങൾ, ചുറ്റുപാടുള്ള ശത്രു രാജ്യങ്ങൾ ഏത് സമയത്തും അവരെ ആക്രമിക്കാം എന്നുള്ള കരുതലോടു കൂടി അവർ രാപ്പകലില്ലാതെ വിശ്രമ ജീവിതമില്ലാതെ വാച്ച് ചെയ്യുന്നുള്ള അല്ലെങ്കിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അത് ശത്രു രാജ്യങ്ങളുള്ള രാജ്യമാണ്. ശത്രു രാജ്യങ്ങളില്ലാത്ത രാജ്യങ്ങൾ അപൂർവമാണ്. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുവാൻ അല്ലെങ്കിൽ ശത്രു രാജ്യം ആക്രമിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നാം കാണുന്നത്. അയൽ രാജ്യങ്ങളായ തമിഴ്നാട്, കർണാടക മുതലായ രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങൾ തന്നെയാണ്. അവിടെ നിന്ന് ശത്രുത ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ അടുത്തുള്ള സിലോണാണ്. സിലോണിൽ നിന്നും യാതൊരു തരത്തിലുള്ള പ്രകോപനങ്ങളോ അറ്റാക്കുകളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഉണ്ടാക്കുവാൻ സാധ്യതയില്ല. പിന്നെ കേരളത്തിൽ എവിടെ നിന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അനേക രാജ്യങ്ങളുടെ കാലത്തെ പ്രയത്നഫലമായി അനേകരുടെ ചിന്താ മണ്ഡലത്തിൽ ഉദിഞ്ഞു വന്ന യുദ്ധത്തെ പ്രതിരോധിക്കുവാനുള്ള ഇച്ഛാശക്തിയും ജ്ഞാനവും കഴിവും ബലവും നേടിയെടുക്കുവാൻ അതാത് രാജ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. കേരളക്കരയെ സംബന്ധിച്ച്, മലയാളനാടിനെ സംബന്ധിച്ച് പറയുമ്പോൾ കേരളത്തിലും ഈ ബോംബുകൾ നാം സ്വരൂപിച്ചു വച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ യുദ്ധമില്ലല്ലോ, ഇവിടെ ബോംബ് ഉണ്ടാക്കുന്നില്ലല്ലോ, ഇവിടെ ആരും ബോംബ് ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ അതുപോലെയുള്ള അറ്റാക്ക് ചെയ്യുന്നതിനുള്ള സാമഗ്രികൾ, പ്രതിരോധിക്കാനുള്ള സാമഗ്രികൾ ഒന്നും തന്നെ ഇവിടെ ഇല്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ മണ്ടത്തരം പറയുന്നത് എന്ന് നാം ചിന്തിച്ചു പോകും. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, അനേക വർഷങ്ങളിലെ പ്രയത്നഫലമായി കേരളക്കരയിലെ ഇന്ന് എത്രയോ ഡാമുകൾ നാം പണിതുയർത്തിയിരിക്കുന്നു. മഴക്കാലം വരുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും മത നേതാക്കന്മാരും പ്രവാചകന്മാരും ഒക്കെ പറയും, മുല്ലപ്പെരിയാർ പൊട്ടും, ജനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത്. അങ്ങനെ എത്രയോ ബോംബുകളാണ് നാം സൃഷ്ടിച്ച് ഉണ്ടാക്കി ഈ കേരളക്കരയിൽ വെച്ചിരിക്കുന്നത്. എത്ര ഡാമുകളുണ്ട്, അത് ബോംബുകൾ തന്നെയാണ്. കാരണം ഒരു ചെറിയ ഭൂചലനം ഉണ്ടായാൽ ഈ ഡാമുകളെല്ലാം പൊട്ടിയാൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിലെ വെള്ളം ഇരച്ചു വന്ന് ജനങ്ങളെയും വസ്തുക്കളെയും മൃഗങ്ങളെയും മുഴുവൻ നിസ്സാരുണ്യം അല്ലെങ്കിൽ നശിപ്പിച്ചു കളയും എന്നുള്ളത് യാഥാർത്ഥ്യമായ സത്യമാണ്. എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാം എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ മതപണ്ഡിതന്മാരോ യുദ്ധ രംഗത്ത് പ്രവർത്തിക്കുന്ന വീരശൂര പരാക്രമശാലികളും അറിയുന്നില്ല. അവർ
മഴക്കാലം വരുമ്പോൾ പറയും മുല്ലപ്പെരിയാർ ഡാം പൊട്ടും, അല്ലെങ്കിൽ ഇന്ന ഡാം പൊട്ടും, പൊട്ടാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ പൊട്ടിപ്പോവും, പൊട്ടിയ ജനങ്ങൾ കോടിക്കണക്കിന് ആളുകൾ മരിക്കുന്ന നാശനഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതൊക്കെ അവർ പ്രവചിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും. പക്ഷെ മഴക്കാലം കഴിഞ്ഞു കഴിയുമ്പോൾ ആരും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ ഏത് സമയത്ത് ഈ ഡാം പൊട്ടും യാതൊരു സംശയമില്ല. ഒരു ചെറിയ ഭൂചലനം ഉണ്ടായാൽ, ഈ ഡാം സ്ഥിതി ചെയ്യുന്ന ഡാം ഏരിയയിൽ ഒരു ചെറിയ ഭൂചലനം ഉണ്ടായാൽ സെക്കൻഡ് കൊണ്ട് ഇതിലെ ജലം ഒഴുകി എത്രയോ കോടി ലക്ഷം ജനങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എത്രയോ വസ്തുക്കൾ, എത്രയോ ജീവജാലങ്ങൾ എല്ലാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട സത്യമാണ്. അതുകൊണ്ട് ഡാം പൊട്ടുന്നതല്ല പ്രശ്നം, ഡാമിലെ ജലം ഒഴുകുന്നതല്ല പ്രശ്നം, ഭൂകമ്പം ഉണ്ടാകുന്നതല്ല പ്രശ്നം. പിന്നെയോ യാദൃച്ഛികമായി ഡാം പൊട്ടാതിരിക്കട്ടെ, അത് തന്നെയാണ് എൻ്റെയും പ്രാർത്ഥന. പൊട്ടിയാൽ ജനങ്ങൾ എങ്ങനെ അതിനെ അതിജീവിക്കും എന്നതിനെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റുകളും ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ബഹുമാനപ്പെട്ട മതപണ്ഡിതന്മാരും സാമൂഹിക പരിഷ്കർത്താക്കളും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ച കാലം കഴിഞ്ഞിരിക്കുന്നു. ആറ്റുതീരങ്ങളിൽ അല്ലെങ്കിൽ നദീതീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങൾ ഡാം പൊട്ടി വന്നാൽ എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ളത് അവരെ പഴിഞ്ഞ് ബോധവാന്മാരാക്കേണ്ടത് അത്യാവശ്യമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ഡാം പൊട്ടി, അല്ലെങ്കിൽ ഡാമുകൾ ഭൂചലനത്താൽ പൊട്ടിപ്പോയി. അതെല്ലാം ശത്രുക്കൾ ആക്രമിച്ച് ഡാം നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ജലം ബോംബായിട്ട് മാറുകയാണ്. ജലബോംബ് ഇങ്ങനെ ഒഴുകി ഭയങ്കര ശക്തിയിൽ കടന്നു വന്ന് ജനങ്ങളെയും ചുറ്റുപാടുകളെയും മുഴുവൻ നശിപ്പിക്കുന്ന അവസ്ഥാവിശേഷം. അതിനെ എങ്ങനെ അതിജീവിക്കാമെന്ന് നമ്മുടെ പണ്ഡിതന്മാരോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രതിപക്ഷമോ അല്ലെങ്കിൽ മറ്റുള്ളവരോ മതപണ്ഡിതന്മാരോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം നശിച്ചു പോകുന്ന ആറ്റുതീരങ്ങളിൽ അല്ലെങ്കിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവർ നശിച്ചു പോകട്ടെ, താണ പ്രദേശം താമസിക്കുന്ന നശിച്ചു പോകട്ടെ എന്നായിരിക്കും അവരുടെ ചിന്ത. എനിക്ക് പറയാനുള്ളത്, ഈ സമയത്ത് തന്നെ, ഇപ്പോൾ തന്നെ ആ നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ബോധവൽക്കരണം നടത്താം. വെള്ളം ഒഴുകി വരുമ്പോൾ എങ്ങനെ അതിനെ തടഞ്ഞു നിർത്താൻ അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി, എങ്ങനെ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ക്ലാസ്സുകൾ ജനങ്ങൾക്ക് അത്യാവശ്യമായിട്ടും കൊടുക്കണം. 2, അവർക്കതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ബോട്ടുകൾ, വെള്ളം ഒഴുകി കുത്തനെ വരുമ്പോൾ അവർക്ക് രക്ഷപ്പെടുവാനായിട്ട് ബോട്ടുകൾ അവർക്ക് നൽകണം, ഫൈബർ ബോട്ടുകൾ അവർക്ക് നൽകണം. മാത്രമല്ല, ഈ പ്രദേശത്ത് ഉള്ള ജനങ്ങളെ ഏത് സമയത്തും അപകടമുണ്ടാകാം എന്നുള്ള മുന്നറിയിപ്പുകൾ കൊടുക്കണം. മുന്നറിയിപ്പുകൾ അവഗണിക്കാൻ പാടില്ല. മുന്നറിയിപ്പുകൾ കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഏത് സമയത്തും ഉണർന്നിരുന്ന് ഈ ജലബോംബുകളെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തെ ഇന്ന് രസിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ പോകുന്ന ഒരു വലിയ ബോംബാണ് ജലബോംബുകൾ. അതേത് സമയത്തും പൊട്ടും, ഏത് സമയത്തും അതിൻ്റെ ശക്തി വരും. അത് സംഹാര താണ്ഡവമാടും, ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കും. കേരളക്കരയെ മൊത്തമായിട്ട് നശിപ്പിക്കാൻ കഴിവുള്ള ജലബോംബുകളാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതിനെ പൊട്ടിയാൽ അതിജീവിക്കാനുള്ള മാർഗം ഗവൺമെൻറ്റുകൾ, പ്രതിപക്ഷങ്ങൾ, ഭരണകക്ഷികൾ, മതപണ്ഡിതന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കണം. ഗവൺമെൻറ്റുകൾ അവർക്ക് വേണ്ടുന്നതായ സുരക്ഷിതയ്ക്ക് വേണ്ടുന്നതായ, രക്ഷപ്പെടാൻ വേണ്ടുന്നതായ, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ വേണ്ടുന്നതായ ഉപകരണങ്ങൾ, ബോട്ടുകൾ, അതുപോലുള്ള മറ്റു ഉപകരണങ്ങൾ നൽകി അവരെ സഹായിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി. ഞാനൊരു സാമൂഹിക പ്രവർത്തകൻ. താങ്ക് യു വെരി മച്ച്.